Welcome to Computer Science Learning Arena, a learning platform for computer science aspirants. Today we are discussing about integration testing. In this module, we are learning about what is integration testing. Integration testing are two types. It can consider as a type of testing and it can consider as a phase of testing. And these all are discussed in this module. First, before integration testing, we are discussing about what is unit testing. We know a software is made up of many units. Each unit is needed to be tested to find whether they have implemented the design correctly or not. It may involve designing and usage of stub driver to execute units as they may not be executed alone. ഇപ്പോൾ എന്താ പറയുക, ഒരു സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ എന്താ, സെറ്റ് ഓഫ് മോഡ്യൂൾസ് ആണ്. ഓരോ മോഡ്യൂളിനും അതിൻ്റെതായ ഫങ്ഷൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. അപ്പോൾ എന്താ പറയുക, ഓരോ മോഡ്യൂൾസും നമ്മൾ ടെസ്റ്റ് ചെയ്യണം. പിന്നെ എല്ലാ മോഡ്യൂളും ഒന്നിച്ച് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യണം. അങ്ങനെയാണ് നമ്മളൊരു സോഫ്റ്റ്വെയറിനെ ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഒരു മൊഡ്യൂളോ അല്ലെങ്കിൽ ഒരു സബ് മൊഡ്യൂളിനാണ് നമ്മളൊരു യൂണിറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ യൂണിറ്റ് ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താ, ഓരോ യൂണിറ്റുകളും ടെസ്റ്റ് ചെയ്യണം. ഇത് ആ സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് പ്രോസസ്സിലെ ഒരു ലെവലാണ്. ഇൻഡിവിജ്വൽ യൂണിറ്റ്സ് ഓർ കമ്പോണൻസ് ഓഫ് എ സോഫ്റ്റ്വെയർ സിസ്റ്റം ആർ ടെസ്റ്റഡ്. ഇപ്പോൾ ഒരു സിസ്റ്റത്തിന്റെ ഹൈറാർക്കിയാണ് കൊടുത്തിട്ടുള്ളത്. മൊഡ്യൂൾ എ ഉണ്ട്, ബി ഉണ്ട്, സി ഉണ്ട്, ഡി ഉണ്ട്, ഇ ഉണ്ട്, എഫ് ഉണ്ട്. അപ്പൊ എന്താ, ഡി ഒരു യൂണിറ്റ് ആണ്, അത് ഒറ്റയ്ക്ക് ടെസ്റ്റ് ചെയ്യണം. ഇ ഒരു യൂണിറ്റ് ആണ്, അത് ഒറ്റയ്ക്ക് ടെസ്റ്റ് ചെയ്യണം. എഫ് ഒരു യൂണിറ്റ് ആണ്, അത് ഒറ്റയ്ക്ക് ടെസ്റ്റ് ചെയ്യണം. പിന്നെ ഡിയും ഇയും കൂടി ബിയും കൂടി ടെസ്റ്റ് ചെയ്താലേ ബി എന്നുള്ള മൊഡ്യൂൾ ടെസ്റ്റ് ചെയ്തു എന്ന് പറയാൻ പറ്റുള്ളൂ. അത് ഒന്നിച്ച് അതൊരു സബ് സിസ്റ്റം ആണ്, അത് ടെസ്റ്റ് ചെയ്യണം. ബി രണ്ടറിലാണ് ഡിയും ഇയും വരുന്നത്. അപ്പൊ എന്താ, അതൊരു സബ് സിസ്റ്റം ആണ്. അതുപോലെ തന്നെ സി ടെസ്റ്റ് ചെയ്യുമ്പോൾ എന്താ, സിയും എഫും കൂടി സബ് സിസ്റ്റം മൊത്തത്തിൽ ടെസ്റ്റ് ചെയ്യണം. എ ടെസ്റ്റ് ചെയ്യണമെങ്കിലോ ഇതെല്ലാം കൂടി ഒന്നിച്ച് ടെസ്റ്റ് ചെയ്യണം. അപ്പൊ ഇങ്ങനെയാണ് യൂണിറ്റ് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് പറഞ്ഞതാണ് ഇന്റഗ്രേഷൻ ടെസ്റ്റിംഗ്. ഇന്റഗ്രേഷൻ ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താ, ആ ഇൻഡിവിജ്വൽ യൂണിറ്റ്സിനെ കമ്പൈൻ ചെയ്യുമ്പോൾ എറർ ഉണ്ടോ എന്ന് നോക്കണം. അവിടെയാണ് ഇന്റഗ്രേഷൻ ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇതിലെന്താ ചെയ്യുന്നത് വെച്ചാൽ, ഇൻഡിവിജ്വൽ യൂണിറ്റ്സ് ആർ കമ്പൈൻഡ് ആൻഡ് ടെസ്റ്റഡ് ആസ് എ ഗ്രൂപ്പായിട്ട് ടെസ്റ്റ് ചെയ്യും. നമ്മൾ ഇൻഡിവിജ്വൽ കമ്പൈൻ ചെയ്യുമ്പോൾ എറർ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇൻഡിവിജ്വൽ യൂണിറ്റ്സിനെ കമ്പൈൻ ചെയ്തിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കും. ഇതിൽ എന്തൊക്കെയാ ടെസ്റ്റ് ചെയ്യുന്നത്, ഇന്ററാക്ഷൻ, യൂണിറ്റ്സ് തമ്മിൽ ഇന്ററാക്ട് ചെയ്യുമ്പോൾ എന്തെങ്കിലും എറേഴ്സ് വരുന്നുണ്ടോ, പിന്നെ അതേപോലെ തന്നെ ആ യൂണിറ്റ്സ് തമ്മിലുള്ള എല്ലാ ഇന്ററാക്ഷൻസ് ആവശ്യമുണ്ടോ, ആവശ്യമുണ്ടെങ്കിൽ തന്നെ അതെല്ലാം കറക്റ്റ് ആയിട്ട് പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ, അതാണ് ഇവിടെ ഇന്റഗ്രേഷൻ ടെസ്റ്റിംഗിൽ ചെയ്യുന്നത്. സിമ്പിൾ ആയിട്ട് പറയുന്നത്, ഹൗ ദ സിസ്റ്റം ഓർ മൊഡ്യൂൾസ് വർക്ക് ടുഗദർ. ഇറ്റ് ഇൻവോൾവ്സ് ടെസ്റ്റിംഗ് ഓഫ് മെനി യൂണിറ്റ്സ് ബൈ കമ്പൈനിങ് ദം ടുഗദർ ടു ഫോം സബ് മൊഡ്യൂൾ ഓർ മൊഡ്യൂൾ. യൂണിറ്റ്സുകൾ ടെസ്റ്റ് ചെയ്യും, മൊഡ്യൂൾസ് ആയിട്ടും അല്ലെങ്കിൽ സബ് മൊഡ്യൂൾസ്, സബ് സിസ്റ്റം ആയിട്ടും സിസ്റ്റം ആയിട്ടും ചെറിയതായി കമ്പൈൻ ചെയ്ത് ടെസ്റ്റ് ചെയ്യുന്നു. ഇതെന്താ, ഇത് മെയിനായിട്ട് ഡെവലപ്പേഴ്സ് ആണ് ടെസ്റ്റ് ചെയ്യുന്നത്. ഇൻഡിവിജ്വൽ ആയിട്ട് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ലെവലാണ് നമ്മൾ കമ്പൈൻ ചെയ്തിട്ട് ഇന്റഗ്രേഷൻ ടെസ്റ്റിംഗ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് ഇന്റഗ്രേഷൻ ടെസ്റ്റിംഗ് വേണമെന്ന് പറയുന്നത്, അതായത് ഇപ്പോൾ ഒരു ഫംഗ്ഷൻ കോൾ ചെയ്യും, റിട്ടേൺ ചെയ്യും. നമ്മളിപ്പോ നമ്മുടെ ഒരു ആദ്യത്തെ മൊഡ്യൂളിൽ നിന്ന് രണ്ടാമത്തെ മൊഡ്യൂളിലേക്ക് എന്തെങ്കിലും ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ടാവും. അത് കറക്റ്റ് ആയിട്ടാണോ, അതിന് റിട്ടേൺ ചെയ്യുന്ന വാല്യൂ നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നുണ്ടാവും, ആ വാല്യൂ കറക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ടോ, അതിലെന്തെങ്കിലും എറർ ഉണ്ടോ, അങ്ങനത്തെ കാര്യങ്ങളാണ് ഫസ്റ്റ് കാര്യം. ഇറ്റ് എക്സ്പോസസ് ഇൻകൺസിസ്റ്റൻസി ബിറ്റ്വീൻ ദ മൊഡ്യൂൾസ് സച്ച് ആസ് ഇംപ്രോപ്പർ കോൾ ഓർ റിട്ടേൺ സീക്വൻസസ്. പ്രോപ്പർ ആയിട്ട് ഈ കോൾ റിട്ടേൺ സീക്വൻസ് യൂസ് ചെയ്തിട്ടുണ്ടോ എന്നാണ് ടെസ്റ്റ് ചെയ്യുന്നത്. പിന്നെ ഡാറ്റ ക്യാൻ ബി ലോസ്റ്റ് അക്രോസ് ആൻ ഇന്റർഫേസ്. അപ്പോൾ ഇന്റർഫേസിലൂടെ പോകുമ്പോൾ ഡാറ്റ ചിലപ്പോൾ ലോസ് ആവാൻ ചാൻസ് ഉണ്ട്. ഇവിടെ നിന്ന് പോകുന്ന ഡാറ്റ ഇവിടെ കിട്ടിയെന്ന് വരില്ല. അങ്ങനത്തെ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ. അതേപോലെ വൺ മൊഡ്യൂൾ വെൻ കമ്പൈൻഡ് വിത്ത് അനദർ മൊഡ്യൂൾ മേ നോട്ട് ഗിവ് ദ ഡിസൈർഡ് റിസൾട്ട്. അതായത് രണ്ട് മൊഡ്യൂളും ചെയ്തിരിക്കുന്നത് വേറെ വേറെ ആൾക്കാരായിരിക്കും. അങ്ങനെയല്ലേ നമ്മൾ സോഫ്റ്റ്വെയറിനെ പിരിച്ച് സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സ് ഡിവൈഡ് ചെയ്ത് കൊടുക്കാം. അപ്പൊ ആദ്യത്തെ മൊഡ്യൂൾ സബ് മൊഡ്യൂൾ ചെയ്ത ആള് ഉദ്ദേശിച്ചതും ആദ്യത്തെ മൊഡ്യൂൾ ചെയ്ത ആള് കിട്ടണം എന്ന് ഉദ്ദേശിച്ചത് ചിലപ്പോൾ വേറെ വേറെ റിസൾട്ട് ആയിരിക്കാം. അപ്പൊ അങ്ങനെ വരുമ്പോൾ കമ്പൈൻ ചെയ്യുമ്പോൾ എന്താ, ആ കമ്പൈൻ ചെയ്ത ആ മൊത്തം കിട്ടണം എന്ന് ഉദ്ദേശിക്കുന്ന അതേ റിസൾട്ട് എക്സ്പെക്റ്റഡ് ഔട്ട് കിട്ടണമെന്നില്ല.
ഔട്ട്പുട്ട് കിട്ടണമെന്നില്ല. അപ്പൊ അങ്ങനത്തെ കേസിൽ അതും ഇവിടെ ചെക്ക് ചെയ്യും. അപ്പൊ എന്തുകൊണ്ടാണ് നെസസറി എന്ന് പറയുന്നത്? ഒന്നാമത് ഇംപ്രോപ്പർ യൂസേജ് ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് കോളർ റിട്ടേൺ സ്റ്റേറ്റ്മെന്റ്സിന്റെ, പിന്നെന്താ ഡാറ്റ ലോസ് ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട്, പിന്നെ കമ്പൈൻ ചെയ്യുമ്പോൾ എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള റിസൾട്ട് തന്നെ കിട്ടുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട്. ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ ടെസ്റ്റ് ചെയ്യുന്നത്. ഇതാണ് അതിന്റെ ഇതെന്ന് പറയുന്നത്. ഇനിയിപ്പോ ഇതെന്ന് പറയുന്നത് ഈ ഇന്റഗ്രേഷൻ ടെസ്റ്റിംഗിലെ ഒരു ടൈപ്പ് ഓഫ് ടെസ്റ്റിംഗ് ആയിട്ട് കാണാൻ പറ്റും, അതുപോലെ തന്നെ ഒരു ഫേസ് ഓഫ് ടെസ്റ്റിംഗ് ആയിട്ട് കാണാൻ പറ്റും. അപ്പൊ അതാണ് നമ്മൾ ഇനി നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ ഇന്റഗ്രേഷൻ ടെസ്റ്റിംഗ് ആസ് എ ടൈപ്പ് ഓഫ് ടെസ്റ്റിംഗ്. ഇതിനെങ്ങനെയാ പറയാ? ആസ് എ ടൈപ്പ് ഓഫ്, നമ്മൾ കുറെ ടൈപ്പ് ടെസ്റ്റിംഗ് പഠിച്ചു, അതിലൊരു ടൈപ്പാണ് ഇന്റഗ്രേഷൻ ടെസ്റ്റിംഗ് നമുക്ക് പറയാൻ പറ്റും. അതെങ്ങനെയാ പറയാൻ പറ്റുന്നത്? ഇത് ഇന്റർഫേസസ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ടെസ്റ്റ് ആണ്. ഇന്റർഫേസസ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു മൊഡ്യൂള് അപ്പുറത്തെ മൊഡ്യൂളും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന പാർട്ടാണ്. ആ സെർട്ടൻ പാർട്ടിനെയാണ് നമ്മൾ ഇന്റർഫേസസ് എന്ന് പറയുന്നത്. ആ ഇന്റർഫേസസിനെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇന്റഗ്രേഷൻ ടെസ്റ്റിംഗ് യൂസ് ചെയ്യാം. അതുകൊണ്ടാണ് അതിനെ ഒരു ടൈപ്പ് ഓഫ് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇതിൽ 2 ടൈപ്പ് ഇന്റർഫേസസ് ഉണ്ട്. ഒന്ന് ഇന്റേണൽ, ഒന്ന് എക്സ്റ്റേണൽ ഓർ എക്സ്പോർട്ടഡ്. ഇന്റേണൽ എന്ന് പറയുകയാണെങ്കിൽ ഒരു പ്രൊജക്റ്റിന്റെ ഉള്ളിൽ it provide communication across modules within a project or product, that is internal to the product, not exposed to the customer or external developers. അപ്പൊ എന്താ പറയാ, ഒരു പ്രൊജക്ടിന്റെ ഉള്ളിലാണ് അറിയാം, അത് കസ്റ്റമേഴ്സിനോ അല്ലെങ്കിൽ എക്സ്റ്റേണൽ എന്ന് പറഞ്ഞ ആൾക്കാർക്ക് ഒന്നും അറിയില്ല. ഡാറ്റ പാസ് ചെയ്യുന്നത് ഇന്റേണൽ, അത് ഡെവലപ്പേഴ്സിന് മാത്രമാണ് അറിയുന്ന ഒരു കാര്യമാണ്, എന്തൊക്കെ ഡാറ്റ ഒരു മൊഡ്യൂളിൽ നിന്ന് അടുത്ത മൊഡ്യൂളിലേക്ക് പോകുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ. അങ്ങനത്തെ ഇന്റർഫേസസിനെയാണ് ഇന്റേണൽ ഇന്റർഫേസസ് എന്ന് പറയുന്നത്. ഈ എക്സ്റ്റേണൽ ഇന്റർഫേസസ് എന്ന് പറഞ്ഞാൽ വിസിബിൾ ടു ദി ഔട്ട്സൈഡ് the product to third party developers and solution providers. ചിലപ്പോൾ ഇത് ഇങ്ങനത്തെ കേസാകുമ്പോൾ ചില മൊഡ്യൂൾസ് ആർക്ക് വേണമെങ്കിലും യൂസ് ചെയ്യാന്നുള്ള രീതിയിൽ കൊടുത്തിട്ട് ഒരു പ്രൊഡക്റ്റിന്റെ എല്ലാതും ആവശ്യമില്ലാത്ത ചിലരുണ്ടാവും. ചിലർക്ക് ചില മൊഡ്യൂൾസ് മാത്രമാവും. ഒരു ഷോപ്പിലത്തെ പ്രൊഡക്റ്റ് ആണെങ്കിൽ ചിലർക്ക് അത് അക്കൗണ്ട് ചെയ്യുന്ന അക്കൗണ്ട് മാനേജ്മെന്റിന്റെ പാർട്ട് മാത്രം മതിയായിരിക്കും. ചിലർക്ക് പേറോൾ മാനേജ്മെന്റിന്റെ പാർട്ട് കൂടെ വേണമായിരിക്കും. അപ്പൊ അങ്ങനെയൊക്കെ ആകുമ്പോൾ എന്താ, മൊഡ്യൂൾസ് നമ്മളെ ഈ എക്സ്റ്റേണൽ ഡെവലപ്പേഴ്സിന് കൂടി വിസിബിൾ ആണ്. അങ്ങനത്തെ ഇതിലാണ് എക്സ്റ്റേണൽ ഓർ എക്സ്പോർട്ടഡ് ഇന്റർഫേസസ് എന്ന് പറയുന്നത്. ഇന്റേണൽ എന്ന് പറഞ്ഞാൽ ടോട്ടലി ആ ഡെവലപ്പേഴ്സിന് മാത്രം അറിയുന്ന അതായിരിക്കും. അതായത് പ്രോഗ്രാം ചെയ്യുന്ന ആൾക്കറിയും ഒരു ഫംഗ്ഷനിൽ നിന്ന് അടുത്ത ഫംഗ്ഷനിലേക്ക് എന്തൊക്കെ പാസ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ഒരു മൊഡ്യൂളിൽ നിന്ന് അടുത്ത മൊഡ്യൂളിലേക്ക് എന്തൊക്കെ പാസ് ചെയ്യുന്നുണ്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിയാം. ഈ എക്സ്റ്റേണൽ ഡെവലപ്പേഴ്സിന് മാത്രമായിരിക്കും. അങ്ങനത്തെ ഇതിനെയാണ് ഇന്റേണൽ എന്ന് പറയുന്നത്. ഔട്ട്സൈഡേഴ്സിനും കൂടി കൊടുക്കുന്നതിനെയാണ് നമ്മൾ എക്സ്റ്റേണൽ അല്ലെങ്കിൽ എക്സ്പോർട്ടഡ് ഇന്റർഫേസസ് എന്ന് പറയുന്നത്. Integration testing types focus on testing interfaces that are implicit and explicit and internal and external. എല്ലാ type of interfacesനെയും ടെസ്റ്റ് ചെയ്യലാണ് ഇന്റഗ്രേഷൻ ചെയ്യുന്നത്. ഇതൊരു എക്സാമ്പിൾ ആയിട്ട് നോക്കിയേ. ബേസ്ഡ് ഓൺ ദി അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദി ആർക്കിടെക്ചർ, ഒരു ടോട്ടൽ പ്രൊഡക്റ്റിനെ നമ്മൾ കമ്പോണന്റ് 1, കമ്പോണന്റ് 2, കമ്പോണന്റ് 3, കമ്പോണന്റ് 4, കമ്പോണന്റ് 5, 6, 7, 8, 9, 10, 9 വരെയുള്ള കമ്പോണന്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ നോക്കിയേ, അതെങ്ങനെയാണ് ഇന്ററാക്ട് ചെയ്യുന്നത്? അതിന്റെ ഇന്റർഫേസസ് ആണ് നമ്മൾ ഏരോസ് വെച്ചിട്ട് ചെയ്യുന്നത്. അതിൽ എക്സ്പ്ലിസിറ്റ് ഇന്റർഫേസസ് ആണ് നമ്മൾ സോളിഡ് ലൈൻസ് വെച്ചിട്ട്, ഇംപ്ലിസിറ്റ് ഇന്റർഫേസസ് ആണ് നമ്മൾ ഡോട്ടഡ് ലൈൻസ് വെച്ചിട്ട് ചെയ്യുന്നത്. എന്താ പറഞ്ഞാൽ, ഇംപ്ലിസിറ്റ് ഇന്റർഫേസസ് എന്ന് പറഞ്ഞാൽ പ്രോഗ്രാമേഴ്സിനും ഡെവലപ്പേഴ്സിനും മാത്രം അറിയുന്നതാണ്. എക്സ്പ്ലിസിറ്റ് എന്ന് പറഞ്ഞാൽ കസ്റ്റമർക്കോ അല്ലെങ്കിൽ എക്സ്റ്റേണൽ തേർഡ് പാർട്ടി ഡെവലപ്പേഴ്സിനോ ഒക്കെ അറിയാവുന്ന ഒരു ഇതാണ്. ഇതിൽ എത്ര ഇന്റർഫേസസ് ഉണ്ട്? അറ്റ്ലീസ്റ്റ് 12 ഇന്റർഫേസസ് ബിറ്റ്വീൻ ദ മോഡ്യൂൾസ് ടു ബി ടെസ്റ്റഡ്. ഒന്ന് നോക്കിയേ, എണ്ണി നോക്കിയത് എത്ര സോളിഡ് ലൈൻ ഉണ്ട്, എത്ര ഡോട്ടഡ് ലൈൻ ഉണ്ട്? 9 എക്സ്പ്ലിസിറ്റ് ഉണ്ട്, അതായത് 9 സോളിഡ് ലൈൻസ് ഉണ്ട്, അതുപോലെ തന്നെ 3 ഇംപ്ലിസിറ്റ് ലൈൻസ് ഉണ്ട്, 3 ഡോട്ടഡ് ലൈൻസ് ഉണ്ട്. അങ്ങനെ മൊത്തം 12 ഇന്റർഫേസസ് ടെസ്റ്റ് ചെയ്യേണ്ടി വരും. അപ്പൊ ഇതില് ഇപ്പൊ നമുക്ക് എങ്ങനെയാണ് കമ്പൈൻ ചെയ്ത് ടെസ്റ്റ് ചെയ്യേണ്ടത് അതൊന്നും അറിയില്ല. അപ്പൊ അങ്ങനത്തെ എങ്ങനെയാണ് ഇന്റർഫേസസ് കമ്പൈൻ ചെയ്ത് ടെസ്റ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് ഡിസൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് മെത്തഡോളജീസ് ഉണ്ട്. അതിൽ വരുന്നതാണ് ടോപ്പ് ഡൗൺ ഇന്റഗ്രേഷൻ, ബോട്ടം അപ്പ് ഇന്റഗ്രേഷൻ, ബൈ ഡയറക്ഷണൽ ഇന്റഗ്രേഷൻ, സിസ്റ്റം ഇന്റഗ്രേഷൻ. ഇങ്ങനെ 4 എണ്ണമാണ് ഇങ്ങനെ ഇന്റർഫേസ് ടെസ്റ്റ് ചെയ്യാനുള്ള മെത്തേഡ്സ്. ഇതിൽ ഫസ്റ്റ് വൺ ആണ് നമ്മളെ ടോപ്പ് ഡൗൺ ഇന്റഗ്രേഷൻ. ടോപ്പ് ഡൗൺ ഇന്റഗ്രേഷൻ ആ പേരിൽ തന്നെ ഉണ്ട്. ആദ്യം എന്താ ചെയ്യുക, ടോപ്പ് മോസ്റ്റ് കമ്പോണന്റ്സിന്റെ ഇന്റർഫേസസ് ആണ് ടെസ്റ്റ് ചെയ്യുക.
അതായത് ടോപ്പിൽ നിന്ന് ബോട്ടത്തിലേക്കാണ് കമ്പോണൻസ് കവർ ചെയ്ത് ടെസ്റ്റ് ചെയ്ത് കമ്പൈൻ ചെയ്ത് ടെസ്റ്റ് ചെയ്ത് വരുന്നത്. അങ്ങനെ ടോട്ടൽ ഏറ്റവും താഴെ എത്തുമ്പോഴേക്കും എല്ലാ മോഡ്യൂളും ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും, കമ്പൈൻ ചെയ്ത് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഇതിന് മെയിൻ ആയിട്ട് രണ്ട് മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്, ഡെപ്ത് ഫസ്റ്റ് സെർച്ചും ബ്രെഡ്ത്ത് ഫസ്റ്റ് സെർച്ചും. ഇത് മിക്കവാറും DFSൽ കവർ ചെയ്തിട്ടുണ്ടാവും. അതെങ്ങനെയാണ് ചെയ്യുന്നത്? ഡെപ്ത് ഫസ്റ്റ് ആണെങ്കിൽ ആദ്യം ഡെപ്തിലേക്ക് ഇങ്ങനെ കമ്പൈൻ ചെയ്ത് പോകും, മറ്റേതാണെങ്കിൽ ബ്രെഡ്ത്ത് വൈസ് കമ്പൈൻ ചെയ്ത് പോകും. അപ്പൊ ഇതിൽ എക്സാമ്പിൾ ആയിട്ട് ഒന്ന് നോക്കി, സ്റ്റെപ്പ് 1ൽ എന്താ, കമ്പോണന്റ് 1ഉം കമ്പോണന്റ് 2ഉം ടെസ്റ്റ് ചെയ്തു. സ്റ്റെപ്പ് 2ല് 1ഉം 3ഉം ടെസ്റ്റ് ചെയ്തു. സ്റ്റെപ്പ് 3ല് 1ഉം 4ഉം ടെസ്റ്റ് ചെയ്തു. സ്റ്റെപ്പ് 4ല് 1, 2, 5 ടെസ്റ്റ് ചെയ്തു. സ്റ്റെപ്പ് 5ല് 1, 3, 6 ടെസ്റ്റ് ചെയ്തു. സ്റ്റെപ്പ് 6ല് 1, 3, 6, 3, 7 ടെസ്റ്റ് ചെയ്തു. സ്റ്റെപ്പ് 7ല് 1, 2, 5, 1, 3, 1, 2, 5, 1, 3, 6, 7 ടെസ്റ്റ് ചെയ്തു. അതുപോലെ 8th സ്റ്റെപ്പില് 1, 4, 8 ടെസ്റ്റ് ചെയ്തു. 9th 1, 2, 5, 1, 3, 6, 3, 7, 1, 4, 8. അപ്പൊ ലാസ്റ്റ് 9th സ്റ്റെപ്പ് ആയപ്പോൾ എൻ്റെയർ ഈ കമ്പോണന്റ് മൊത്തം ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഇതിന്റെ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് ഈസി ടു ഡിറ്റർമൈൻ ഫീസിബിലിറ്റി അറ്റ് ഏർലി സ്റ്റേജസ്. ഏർലി സ്റ്റേജസിൽ തന്നെ ടെസ്റ്റ് ചെയ്യാം, ഫീസിബിലിറ്റി ടെസ്റ്റ് ചെയ്യാൻ പറ്റും. അതായത് യൂസർ ഇന്റർഫേസ് ഡിസൈൻ കറക്റ്റ് ആണോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഏർലി സ്റ്റേജിൽ തന്നെ ടെസ്റ്റ് ചെയ്യാൻ പറ്റും. നമ്പർ ഓഫ് ടൈംസ് ടോപ്പ് ഡൗൺ അപ്രോച്ച് ഡസ് നോട്ട് നീഡ് ഡ്രൈവേഴ്സിന്റെ ആവശ്യമില്ല, അത് തന്നെ കമ്പൈൻ ചെയ്ത് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. ദിസ് ഡിറ്റക്ട്സ് മേജർ ഫ്ലോസ് ഇൻ ദ സിസ്റ്റം ഡിസൈൻ ബൈ ടേക്കിംഗ് ഇൻപുട്ട് ഫ്രം ദ യൂസർ. ഇൻപുട്ടിന്റെ സിസ്റ്റം ഡിസൈനിലുള്ള മേജർ ഫ്ലോസ് നമുക്ക് ഇവിടെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. Here design defects can be found and corrected at early stages തന്നെ ഡിസൈൻ റിസൾട്ട്സ് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. ഇതിലിനി നെക്സ്റ്റ് വരുന്ന കൺസെപ്റ്റ് ആണ് സബ്സിസ്റ്റം എന്ന് പറഞ്ഞ കൺസെപ്റ്റ്. എന്താണ് ഈ സബ്സിസ്റ്റം എന്ന് പറഞ്ഞെങ്കിൽ, അത് ഒരു സെറ്റ് ഓഫ് കമ്പോണൻസിന് വേറെ കമ്പോണൻസും അതിന്റെ റിലേറ്റഡ് ഇന്റർഫേസും ക്യാൻ ഡെലിവർ ഫങ്ഷണാലിറ്റി വിത്തൗട്ട് എക്സ്പെക്ടിങ് ദ പ്രസൻസ് ഓഫ് അതർ കമ്പോണൻസ് or with minimal interface requirement in the software product, then that set of software and their related interfaces is called a subsystem. ഇതിൽ എന്താ പറയുന്നത്, അതായത് ഒരു സെറ്റ് ഓഫ് കമ്പോണൻസിനും അതിന് ഇന്റർഫേസസിനും ഇൻഡിവിജ്വൽ ആയിട്ട് അതിന് മാത്രം, അതായത് ഫുള്ള് വേണമെന്നില്ല, അതിൻ്റെ ഉള്ളിലെ ഒരു 3-4 കമ്പോണന്റ്, അതായത് കുറച്ച് കമ്പോണന്റ് എടുത്ത് അതിന് ഇൻഡിപെൻഡന്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും, ഇൻഡിപെൻഡന്റ് ആയിട്ട് ഒരു ഫങ്ഷണാലിറ്റി ഡെലിവർ ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ സബ് സിസ്റ്റം എന്ന് പറയുന്നത്. ഈ സബ്സിസ്റ്റം എന്ന് പറഞ്ഞാൽ ടോട്ടൽ സിസ്റ്റത്തിന്റെ ഒരു പാർട്ടാണ്, എന്നാൽ ഒരു ഇൻഡിവിജ്വൽ മോഡ്യൂളും അല്ല. മനസ്സിലായോ? ഒരു സെറ്റ് ഓഫ് മോഡ്യൂൾസ് ഇൻഡിപെൻഡന്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ സബ്സിസ്റ്റം എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആണ് ബോട്ടം അപ്പ് ഇന്റഗ്രേഷൻ. ബോട്ടം അപ്പിൽ എന്താ, നേരത്തെ നമ്മൾ ടോപ്പിൽ നിന്ന് ബോട്ടത്തിലേക്കാണ് നമ്മൾ ഇങ്ങനെ 2-3 കമ്പോണൻസ് കമ്പൈൻ ചെയ്ത് ടെസ്റ്റ് ചെയ്ത് വന്നിരുന്നത്, ഇന്റർഫേസ് ടെസ്റ്റ് ചെയ്ത് വന്നിരുന്നത്. ഇത് ഓപ്പോസിറ്റ് ആണ് അതിന്റെ. ഇതില് റിവേഴ്സ് ഓർഡറിലാണ്, ബോട്ടത്തിൽ നിന്നാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ബോട്ടം അപ്പ് എന്ന് പറഞ്ഞാൽ എങ്ങനെ വരുന്നത്, ആദ്യം ഫസ്റ്റ് ഇതില് 1ഉം 5ഉം കമ്പൈൻ ചെയ്ത് നോക്കും. താഴെ നിന്നാണ് കേട്ടോ നമ്മൾ കമ്പൈൻ ചെയ്യുന്നത്. കമ്പോണന്റ് 1ഉം 5ഉം കമ്പൈൻ ചെയ്യും. സെക്കൻഡ് ഇതിൽ 2ഉം 6ഉം 3ഉം 6ഉം കമ്പൈൻ ചെയ്യും. നെക്സ്റ്റ് ലെവലിൽ 2, 3, 6 കമ്പൈൻ ചെയ്യും. പിന്നെ 4ല് 4, 7 കമ്പൈൻ ചെയ്യും. 5ല് 1, 5, 8 കമ്പൈൻ ചെയ്യും. അങ്ങനെ ചെയ്ത് ടോട്ടൽ ഓൾ കമ്പോണൻസ് ടെസ്റ്റ് ചെയ്യുന്നത്. അതായത് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് താഴെ നിന്നാണ്. ഇത് മെയിൻ ആയിട്ട് പറഞ്ഞത് ഇപ്പോൾ ബോട്ടം അപ്പ് എന്താന്ന് പറഞ്ഞു, ടോപ്പ് ഡൗൺ എന്താന്ന്, ടോപ്പ് ഡൗൺ ഇന്റഗ്രേഷൻ എന്താന്ന് പറഞ്ഞു. ഇത് എപ്പോഴൊക്കെയാണ് യൂസ് ചെയ്യേണ്ടത്, അതായത് ഐട്രേറ്റീവ് അല്ലെങ്കിൽ അജൈൽ മോഡലൊക്കെ ഉണ്ടല്ലോ, നമ്മൾ ഫേസസ് പഠിച്ചില്ലേ, അല്ല ടൈപ്സ് ഓഫ് സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് പഠിച്ചില്ലേ, ഡെവലപ്മെന്റ് മോഡൽസ്. അപ്പൊ അതില് വരുന്നതല്ലേ ഈ അജൈൽ ഡെവലപ്മെന്റ്, ഐട്രേറ്റീവിനെ കുറിച്ച് എന്താ, അതൊരു ചെറുതുണ്ടാക്കും, പിന്നെ കൂട്ടി യോജിച്ച് ഉണ്ടാക്കി ആഡ് ചെയ്ത് ടോട്ടൽ പ്രൊഡക്റ്റ് ആവും. റിക്വയർമെന്റ്സ് എഡീഷൻ ചെയ്ത് അതോ അങ്ങനത്തെ സിറ്റുവേഷനിലാണെങ്കിൽ ബോട്ടം അപ്പ് ആണ് നല്ലത്. ഇനി ടോപ്പ് ഡൗൺ എപ്പോഴാണ് സൂട്ടബിൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വി മോഡലും വാട്ടർഫാൾ മോഡലും, അതായത് കറക്റ്റ് ആയിട്ട് റിക്വയർമെന്റ്സ് എല്ലാം ഡിഫൈൻ ചെയ്തിട്ടുണ്ട്, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ എല്ലാം ഡിഫൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ സിറ്റുവേഷനിലാണ്
ടോപ്പ് ഡൗണും സ്യൂട്ടബിൾ ആവുന്നത്. എന്നാൽ കുറച്ച് നമുക്കറിയുള്ളൂ, ഉള്ളത് വെച്ച് ഉണ്ടാക്കുന്നു, പിന്നെ റിക്വയർമെന്റ്സ് പിന്നെ ഗ്യാദർ ചെയ്തിട്ട് അടുത്തടുത്ത് ഉണ്ടാക്കി വരുന്നു. അങ്ങനത്തെ സിറ്റുവേഷനിലാണ് നമ്മൾ ബോട്ടം അപ്പ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് ബൈ ഡയറക്ഷണൽ ഇന്റഗ്രേഷൻ. ഇതിലെന്താ രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് മിക്സഡ് ഇന്റഗ്രേഷൻ ടെസ്റ്റിംഗ് ഓർ സാൻഡ്വിച്ച് ടെസ്റ്റിംഗ്, കോമ്പിനേഷൻ ഓഫ് ബോത്ത് ടോപ്പ് ഡൗൺ ആൻഡ് ബോട്ടം അപ്പ്. അപ്പൊ ഇതിലെന്താ ചെയ്യുന്നത്? ഫസ്റ്റ് സ്റ്റെപ്പിൽ എന്താ ചെയ്യുന്നത്? 6ഉം 2ഉം ടെസ്റ്റ് ചെയ്തു. 6ഉം 2ഉം ടെസ്റ്റ് ചെയ്തു. സെക്കൻഡിൽ 7 3 4 ടെസ്റ്റ് ചെയ്തു. തേർഡിൽ 8 5 ടെസ്റ്റ് ചെയ്തു. ഫോർത്തിൽ 1 6 2 1 7 3 4 1 8 5 ടെസ്റ്റ് ചെയ്തു. ഇവിടെ എങ്ങനെയാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇത് എപ്പോഴൊക്കെയാണ് മൊഡ്യൂൾസ് അവൈലബിൾ ആയിട്ടുള്ളത് അതിനനുസരിച്ച് ടെസ്റ്റ് ചെയ്യും. ടോപ്പിന്ന് മേലെന്ന് അടിക്കാണോ അടിയിൽ നിന്ന് മേലേക്കാണോ എന്നല്ല ചെയ്യുന്നത്. നെക്സ്റ്റ് അവൈലബിൾ ആയിട്ടുള്ളത് ഏതാണോ മൊഡ്യൂൾ, ആ മൊഡ്യൂളായിട്ട് കമ്പൈൻ ചെയ്തിട്ട് ടെസ്റ്റ് ചെയ്യും. ഇതിനെ ഒരു വെർട്ടിക്കൽ ഇൻക്രിമെന്റൽ അപ്രോച്ച് ആയിട്ടാണ് കാണുന്നത്. അപ്പോൾ ഇതിൽ ഈ എക്സാമ്പിൾ പറഞ്ഞത് നെക്സ്റ്റ് അവൈലബിൾ ആണുള്ള കൺസെപ്റ്റിലാണ് ഇതിൽ കമ്പോണൻസ് ടെസ്റ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. നെക്സ്റ്റ് ആണ് സിസ്റ്റം ഇന്റഗ്രേഷൻ. ഇത് എങ്ങനെയാ ചെയ്യുന്നത്? സിസ്റ്റം ഇന്റഗ്രേഷൻ മീൻ ദാറ്റ് ഓൾ ദ കമ്പോണൻസ് ഓഫ് ദി സിസ്റ്റം ആർ ഇന്റഗ്രേറ്റഡ് ആൻഡ് ടെസ്റ്റഡ് ആസ് എ സിംഗിൾ യൂണിറ്റ്. ഇവിടെ എല്ലാം കൂടി ഒന്നിച്ച് അങ്ങോട്ട് കമ്പൈൻ ചെയ്ത് ടെസ്റ്റ് ചെയ്യും. ഇതിൽ രണ്ട് ടൈപ്പ് ഉണ്ട്. കമ്പോണന്റ് സബ് സിസ്റ്റം ഇന്റഗ്രേഷൻ. സബ് സിസ്റ്റം എന്താണെന്നാ പറഞ്ഞത്? ഒന്നിൽ കൂടുതൽ മൊഡ്യൂൾസ് സ്പെസിഫിക് ഫംഗ്ഷനാലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ സബ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നില്ലെങ്കിൽ ആ സബ് സിസ്റ്റം ഇന്റഗ്രേഷൻ, അല്ലെങ്കിൽ ഫൈനൽ ഇന്റഗ്രേഷൻ ടെസ്റ്റിംഗ് ഓർ സിസ്റ്റം ഇന്റഗ്രേഷൻ. അത് എല്ലാ കമ്പോണൻസും കൂടി ഒന്നിച്ച് ടെസ്റ്റ് ചെയ്യാം. ഇതിന്റെ അഡ്വാൻറ്റേജ് എന്താ? ബിഗ് ബാങ് മോഡലാണ്, ഒറ്റയടിക്ക് കാര്യം കഴിയും. ഇറ്റ് സേവ്സ് എഫേർട്സ് ആൻഡ് ടൈം ഫോർ മൾട്ടി സ്റ്റെപ്പ് കമ്പോണന്റ് ഇന്റഗ്രേഷൻ. ടൈം എഫേർട്ടും സേവ് ചെയ്യുന്നുണ്ട്. ഇതിന്റെ ഡിസഡ്വാൻറ്റേജ് എന്താ? എന്തെങ്കിലും ഒരു ഡിഫക്റ്റ് ഫൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഏത് മൊഡ്യൂളിലാണ് എന്നൊക്കെ ഡിഫക്റ്റ് എന്താ പറയുക ഡിറ്റർമിൻ ചെയ്യാൻ അല്ലെങ്കിൽ ഐഡന്റിഫൈ ചെയ്യാൻ ഡിഫിക്കൽട്ട് ആയിരിക്കും. കറക്റ്റിംഗ് റൂട്ട് കോസ് ഓഫ് ദി ഡിഫക്റ്റ് മേ ബി ഡിഫിക്കൽട്ട്. റൂട്ട് കോസ് കണ്ടുപിടിക്കാൻ പ്രഷർ ഓഫ് കോംപ്രമൈസ്, ക്വാളിറ്റി കോംപ്രമൈസ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻസ് വരാം. സർട്ടൻ കമ്പോണൻസ് മേ ടേക്ക് എക്സസീവ് എമൗണ്ട് ഓഫ് ടൈം. അതായത് ചില കമ്പോണൻസിന് കുറേ ടൈം എടുക്കും ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനത്തെ സിറ്റുവേഷനിൽ എന്താ അത് കുറേ ടൈം എടുക്കും. ബാക്കി എല്ലാ മൊഡ്യൂൾസും അതിന്റെ ടെസ്റ്റിംഗ് കഴിയുന്നവരെ വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പൊ അങ്ങനത്തെ ഇതൊക്കെയാണ് ഇതിന്റെ ഡിസഡ്വാൻറ്റേജസ് ആയിട്ട് പറയുന്നത്. ഇനി ഇത് എപ്പോഴൊക്കെയാണ് ഏതൊക്കെ ടെസ്റ്റിംഗ് ആണ് യൂസ് ചെയ്യേണ്ടതെന്ന് നോക്കാം നമുക്ക്. അതാണ് ചൂസിങ് ഇന്റഗ്രേഷൻ മെത്തേഡ്. റിക്വയർമെന്റ്സും ഡിസൈനും ക്ലിയർ കട്ട് ആയിട്ട് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. വാട്ടർഫാൾ മോഡലിലെയോ അല്ലെങ്കിൽ വി മോഡലിലെയോ ഒക്കെ പോലെ ക്ലിയർ ഡെഫിനിഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ ടോപ്പ് ഡൗൺ മെത്തേഡ് ആണ് നമ്മൾ യൂസ് ചെയ്യുക. ഈ ഡൈനാമിക്കലി ചേഞ്ച് റിക്വയർമെന്റ്സും ഡിസൈൻ ആർക്കിടെക്ചർ ഒക്കെ ആണെങ്കിൽ നമ്മൾ ആ സിറ്റുവേഷൻസിൽ ബോട്ടം അപ്പ് ടെസ്റ്റിംഗ് ആണ് യൂസ് ചെയ്യുക. ചേഞ്ചിങ് ആർക്കിടെക്ചർ, സ്റ്റേബിൾ ഡിസൈൻ. ആർക്കിടെക്ചർ ചേഞ്ച് ചെയ്യും, ഡിസൈൻ സ്റ്റേബിൾ ആണ്. അങ്ങനത്തെ സിറ്റുവേഷനാണ് നമ്മൾ ബൈ ഡയറക്ഷണൽ ഇന്റഗ്രേഷൻ യൂസ് ചെയ്യുന്നത്. ലിമിറ്റഡ് ചേഞ്ചസ് ടു എക്സിസ്റ്റിംഗ് ആർക്കിടെക്ചർ വിത്ത് ലെസ് ഇമ്പാക്ട്. അങ്ങനെയാണെങ്കിലാണ് നമ്മൾ ബിഗ് ബാങ് ടെസ്റ്റിംഗ് യൂസ് ചെയ്യുന്നത്. കോമ്പിനേഷൻ ഓഫ് എബോവ്, സെലക്ട് വൺ ഓഫ് ദി എബോവ് ആഫ്റ്റർ കെയർഫുൾ അനാലിസിസ്. ഒരു ടെസ്റ്റ് ചെയ്യുന്ന ആൾക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റും എപ്പോഴാണ് എന്തൊക്കെയാണ് യൂസ് ചെയ്യേണ്ടത്. അത് കെയർഫുൾ അനലൈസ് ചെയ്തതിന് ശേഷം അതല്ല ഇതൊക്കെ കമ്പൈൻ ചെയ്തോ അല്ലാതെയോ യൂസ് ചെയ്യാം. നെക്സ്റ്റ് വരുന്നതാണ് ഇന്റഗ്രേഷൻ ടെസ്റ്റിംഗ് ആസ് എ ഫേസ് ഓഫ് ടെസ്റ്റിംഗ്. നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തതായിരുന്നു ഇന്റഗ്രേഷൻ ടെസ്റ്റിംഗ് ആസ് എ ടൈപ്പ് ഓഫ് ടെസ്റ്റിംഗ്. ടൈപ്പ് ഓഫ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇന്റർഫേസസ് ടെസ്റ്റ് ചെയ്യാനുള്ള ഒരു ടെസ്റ്റിംഗ് ആയിട്ടാണ് നമ്മൾ ഇതുവരെ ഇപ്പോൾ ഈ പറഞ്ഞ എല്ലാ ഭാഗത്തിലും ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞത് യൂസ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇന്റഗ്രേഷൻ ആസ് എ ടൈപ്പ് ഓഫ് ടെസ്റ്റിംഗ്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്റഗ്രേഷൻ ആസ് എ ഫേസ് ഓഫ് ടെസ്റ്റിംഗ്. ഈ ഫേസ് ഓഫ് ടെസ്റ്റിംഗ് വരുമ്പോൾ ഇതിൽ വെറുതെ ഇന്റർഫേസ് ടെസ്റ്റിംഗ് മാത്രമല്ല വരുന്നത്. ഇവിടെ ഇന്റർഫേസും ടെസ്റ്റ് ചെയ്യും, യൂസേജ് ഫ്ലോയും ടെസ്റ്റ് ചെയ്യും. ഡെവലപ്പ് ചെയ്യും, എന്താ പറയുക, ഒരു മൾട്ടിപ്പിൾ കമ്പോണൻസ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ടെസ്റ്റ് കേസ് ജനറേറ്റ് ചെയ്യുക, അങ്ങനെ ഫങ്ഷണാലിറ്റി ടെസ്റ്റിംഗ്, ഇതെല്ലാം ഇവിടെ ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. വെറുതെ ഇന്റർഫേസ് എന്ന് പറഞ്ഞാൽ രണ്ട് തമ്മിലുള്ള കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ എറർ വരുന്നുണ്ടോ അങ്ങനത്തെ കാര്യങ്ങൾ മാത്രമല്ല നോക്കുന്നത്, അതിന്റെ യൂസേജും കാര്യങ്ങളും കൂടെ നോക്കുന്നുണ്ട്. അങ്ങനത്തെ സിറ്റുവേഷനിൽ നമ്മൾ ഇന്റഗ്രേഷൻ ടെസ്റ്റിംഗ് ഇങ്ങനെ ആസ് എ ഫേസ് ഓഫ് ടെസ്റ്റിംഗ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. എല്ലാ കമ്പോണൻസും ടുഗദർ വർക്ക് ചെയ്തിട്ട് എക്സ്പെക്റ്റഡ് ഫങ്ഷണാലിറ്റി നമുക്ക് കിട്ടുന്നുണ്ടോ അങ്ങനത്തെ ലെവലാവുമ്പോൾ അത് ഇന്റഗ്രേഷൻ ടെസ്റ്റിംഗ് ആസ് എ ഫേസ് ഓഫ് ടെസ്റ്റിംഗ് ആവുന്നു. അപ്പൊ ഇത്രയുമാണ് നമ്മളെ പറയാനുള്ളത്. ഇത്രയുമാണ് ഇന്റഗ്രേഷൻ ടെസ്റ്റിംഗിൽ പറയാനുള്ളത്.
അപ്പോൾ നമ്മൾ ഇന്ന് ഇന്റഗ്രേഷൻ ടെസ്റ്റിംഗ് നോക്കി. അത് ഫേസ് ഓഫ് ടെസ്റ്റിംഗ് അത് എങ്ങനെ വർക്ക് ചെയ്യുന്നു, ടൈപ്പ് ഓഫ് ടെസ്റ്റിംഗ് ആകുമ്പോൾ അതെങ്ങനെ വർക്ക് ചെയ്യുന്നു, ടൈപ്പ് ഓഫ് ടെസ്റ്റിംഗ് ആകുമ്പോൾ എന്തൊക്കെ മെത്തേഡ്സ്, ടോപ്പ് ഡൗൺ ബോട്ടം അപ്പ് അങ്ങനത്തെ ഉള്ള ഡെവലപ്മെന്റ് മെത്തേഡ്സ് അല്ല ഇന്റഗ്രേഷൻ മെത്തേഡ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇത്രയൊക്കെയാണ് നമ്മൾ ഇന്റഗ്രേഷൻ ടെസ്റ്റിംഗിൽ പഠിക്കാനുള്ളത്. താങ്ക് യു.